നാട് കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഇവിടെ പല കാര്യങ്ങളും നടക്കില്ല, ഒന്നും നേരെ ചൊവ്വേ നടക്കില്ല, ഇതൊന്നും കേരളത്തിന് പറ്റിയ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിച്ചവരും പരിഹസിച്ചവരുമുണ്ടായിരുന്നു. പക്ഷേ ആ ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും നമ്മൾ മറുപടി നൽകിയത് ഇതുപോലുള്ള അനേകം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ്. ഇവിടെ പലതും നടക്കും എന്ന് തന്നെ എല്ലാവരും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയും. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. രണ്ടാം ഘട്ടം യഥാർത്ഥത്തിൽ രണ്ടാം ഘട്ടമല്ല, ഇവിടെ സൂചിപ്പിച്ചു 2, 3, 4 ഘട്ടങ്ങൾ ഒന്നിച്ച് ചേർത്തുകൊണ്ട് രണ്ടാം ഘട്ടമായി പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ അദാനി പോർട്സും നല്ല സഹകരണാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് നേരത്തെ കരുണാദാനിയും ഇവിടെ വ്യക്തമാക്കിയത്. ഇവിടെ നാം കാണേണ്ട കാര്യം, ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക നട്ടെല്ലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഭീമൻ കപ്പലുകൾ ഇവിടത്തേക്ക് വരികയാണ്. നേരത്തെ കൊളംബോ, സിംഗപ്പൂർ മുതലായ ഇടങ്ങളിൽ മാത്രം പോയിരുന്ന കപ്പലുകളാണ് ഇവിടത്തേക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരം ലഭ്യമാക്കാനാകും. വലിയ തോതിലുള്ള പ്രാദേശിക വികസനവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. ഇവിടെ മാത്രമല്ല, കേരളത്തിനാകെ ഇതിൻ്റേതായ ഗുണം ലഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചരക്ക് നീക്കത്തിന് നാം നേരത്തെ മറ്റുള്ളവരെ ആശ്രയിച്ചതായിരുന്നു. ആ കാലം അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ലോജിസ്റ്റിക് മേഖലയിൽ കേരളം ഇന്ന് ഒരു പ്രധാന ശക്തിയായി മാറാനാണ് പോകുന്നത്. ഇതൊരു വെറും പറച്ചിലല്ല, നാം കൺമുന്നിൽ കാണുന്ന യാഥാർത്ഥ്യമാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായതോടെ ആഗോള കപ്പൽച്ചാലിൽ കേരളത്തിൻ്റെ പേര് സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിക്കഴിഞ്ഞു. പ്രതിവർഷം 10 ലക്ഷം TUE ആയിരുന്നു ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞത്തിൻ്റെ ശേഷിയായി കണക്കാക്കിയത്. പക്ഷേ 10 മാസം കൊണ്ട് ഈ ലക്ഷ്യം ഈ പോർട്ടിന് മറികടക്കാനായി. ഇത് ലോകത്തൊരു പോർട്ടിനും അവകാശപ്പെടാനാവാത്ത
നേട്ടമാണ്. ലോകോത്തര നിലവാരത്തിലുള്ള ഓട്ടോമേഷൻ സാങ്കേതികവിദ്യയും ജീവനക്കാരുടെ ആത്മാർത്ഥമായ പരിശ്രമവുമാണ് ഈ നേട്ടത്തിന് ഇടയാക്കിയത്. ആദ്യ വർഷം തന്നെ 615 കപ്പലുകൾ, 1.32 ദശലക്ഷം കണ്ടെയ്നറുകൾ ഈ പോർട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. 2025 ഡിസംബറിൽ മാത്രം 1,21,000 TEU കൈകാര്യം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയതുമായ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. അതുവഴി ഈ തുറമുഖത്തിൻ്റെ കരുത്ത് ലോകം തിരിച്ചറിഞ്ഞു. പ്രതിമാസം 50-ലേറെ കപ്പലുകളാണ് ഈ തുറമുഖത്ത് വന്നു പോകുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് 1000 കപ്പലുകൾ എന്ന നേട്ടം നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട്. വിഴിഞ്ഞത്തിന് മുൻപ് പ്രവർത്തനം തുടങ്ങിയ പല തുറമുഖങ്ങളെയും പിന്നിലാക്കിയാണ് വിഴിഞ്ഞത്തിൻ്റെ ഈ കുതിപ്പ്. ഇത് നമ്മുടെ നാടിനാകെ അഭിമാനകരമായ കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ആദ്യമായി വനിതകളെ ഓട്ടോമേറ്റഡ് ട്രെയിൻ ഓപ്പറേറ്റർമാരായി നിയമിച്ചതിൻ്റെ ഖ്യാതിയും വിഴിഞ്ഞത്തിനാണ്. വിഴിഞ്ഞം സ്വദേശികളായ സ്ത്രീകളെ കണ്ടെത്തി പരിശീലിപ്പിച്ചാണ് മാതൃകാപരമായ ഈ നേട്ടം കൈവരിച്ചത്. സ്ത്രീ സൗഹൃദ കേരളത്തിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി അത് മാറി. വിഴിഞ്ഞം തുറമുഖത്തെ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. ഇതിലൂടെ അന്താരാഷ്ട്ര കപ്പൽപാതയിലെ പ്രധാന കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാകുന്നതോടൊപ്പം ഒരു പ്രധാന ക്രൂ ചേഞ്ച് ഹബ്ബായും വിഴിഞ്ഞം ശക്തിപ്പെടും. ആഡംബര ക്രൂയിസ് കപ്പലുകൾക്കും ഇനി മുതൽ വിഴിഞ്ഞത്ത് എത്തിച്ചേരാൻ സാധിക്കും. ഇത് സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉത്തേജനം പകരുന്ന ഒന്നാകും. രണ്ടാം ഘട്ട വികസനത്തിൻ്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയാണ്. നിലവിലെ 800 മീറ്റർ കണ്ടെയ്നർ ബർത്ത് 2000 മീറ്ററായി വികസിപ്പിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടുകൂടി രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കണ്ടെയ്നർ ബർത്ത് എന്ന നേട്ടവും വിഴിഞ്ഞം തുറമുഖം സ്വന്തമാക്കും. അതേപോലെ നിലവിലുള്ള 2.96 കിലോമീറ്റർ പുലിമുട്ട് 3.88 കിലോമീറ്ററായി വർദ്ധിപ്പിക്കും. നിലവിൽ തുറമുഖത്തിനായി നിർമ്മിച്ചിട്ടുള്ള പുലിമുട്ട് രാജ്യത്തെ ഏറ്റവും ആഴം കൂടിയ പുലിമുട്ടാണ്. രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമിയൊന്നും ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. പകരം കടൽ നികത്തിയാണ് ആവശ്യമായ ഭൂമി കണ്ടെത്തുന്നത്. നിലവിലുള്ളവയ്ക്ക് പുറമെ 12 പുതിയ ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ, 27 പുതിയ യാർഡ് ക്രെയിനുകൾ ഇവയെല്ലാം ഇവിടെ സ്ഥാപിക്കും. തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടം 24,000
TU കണ്ടെയ്നർ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളതാണ്. എന്നാൽ തുടർഘട്ടങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടെ 28,840 TU വരെ ശേഷിയുള്ള നെക്സ്റ്റ് ജെൻ കണ്ടെയ്നർ കപ്പലുകളെയും കൈകാര്യം ചെയ്യാൻ ഈ തുറമുഖം സജ്ജമാകും. ഇതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം, ഒരേ സമയം 5 മദർഷിപ്പുകൾ വരെ കൈകാര്യം ചെയ്യാൻ പാകത്തിൽ തുറമുഖം വികസിക്കുമെന്നതാണ്. ഇന്ത്യൻ തുറമുഖങ്ങളെ സേവിക്കുന്ന ഒരു ദേശീയ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലായി പ്രവർത്തനമാരംഭിച്ച വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ വികസനം കൈവരിക്കുന്നതോടെ രാജ്യാന്തര ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായി വരും. അതായത് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലുള്ള തുറമുഖങ്ങളിലടക്കം സേവനം എത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായി വിഴിഞ്ഞം മാറും. അതോടെ ആഗോള കടൽ വാണിജ്യ ഭൂപടത്തിൽ അതിപ്രധാന കേന്ദ്രമായി നമ്മുടെ വിഴിഞ്ഞം തുറമുഖം മാറിത്തീരും.